ഞാൻ ഈ കയ്യിൽ പുല്ലും പിടിച്ചെന്ന് കാര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നാ പറയുക, കയ്യിലിരിക്കുന്ന നിസ്സാരക്കാരനല്ല. നമ്മൾ ഈ പെരയ്ക്കാകെ കടിക്കുന്ന പുൽച്ചോലില്ലേ, അതാണ് കേട്ടോ. ഇത് പച്ചയാണ്. അപ്പൊ ഇത് നമ്മൾ ഒരുക്കിയെടുക്കുക ചെയ്യുന്നത്. പുല്ല് ചെയ്യാനുള്ള മെഷീനാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്, അതായത് കത്തി. കത്തി വെച്ച് കുറെ നേരം ഇരുന്ന് ചെയ്യുക കൈക്കൊക്കെ വേന കേട്ടോ. കാരണം കൈയൊക്കെ ചുമന്നു വന്നു. ആ സൂചി പോലെ ഇരിക്കുന്ന സാധനം കൈ കൊണ്ടുവന്ന് നല്ല വേന കേട്ടോ. ദേ ഈ കാണുന്ന ഇതെല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാനുള്ളതാണ്. അമ്മ ഇത് ചെയ്യുന്നുണ്ടപ്പോൾ എനിക്കും ചെയ്യാനായിട്ടൊരു പൂതി. അങ്ങനെ ഞാനും ഇരുന്ന് ചെയ്ത കേട്ടോ. അപ്പൊ ഈ കാണുന്നത് ഞാൻ ചെയ്തിട്ടേക്കുന്നതാണ്. ഈ ഇലയൊന്ന് നനഞ്ഞിരിപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് ദേഹത്തൊക്കെ കൊള്ളുമ്പോൾ ചെറിയൊരു ചൊറിച്ചിൽ വരെയുണ്ട്. ഇതിപ്പോ ഈ കാണുന്ന പോലെ നമ്മൾ കത്തി വെച്ചിട്ട് അത് ചീകി ഇങ്ങനെ വിടർത്തി എടുക്കണത്. അപ്പോൾ ഓരോന്ന് ചെറിയ ചെറിയ വിടർത്തി നമ്മൾ എടുക്കണം. എന്നാലേ നമുക്ക് ഈ പെരയ്ക്കൊക്കെ അടിക്കുമ്പോഴേക്കും നല്ല രീതിയിൽ പൊടിയൊക്കെ പോകണ്ടേ. അപ്പൊ ഇങ്ങനെ നമ്മൾ എടുക്കണം. അപ്പോൾ കുറേ നേരം അതിങ്ങനെ ചെയ്ത് നമ്മുടെ കൈയുടെ സൈഡൊക്കെ അങ്ങ് വേനെടുക്കാൻ തുടങ്ങും. കുറച്ച് നേരം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും ആ ചീപ്പിൻ്റെ ഇടയിൽ ഇതുപോലെ വേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നേരത്തെ തലേദിവസം ചീകി വെച്ചിട്ടുള്ള ആ ഇലയെല്ലാം ഉണക്കാനായിട്ട് നമ്മളിടണം. ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഇപ്പോൾ മഴക്കാലം വേണ്ടി ചെറുതായിട്ട് വാടിയേ കിട്ടുകയുള്ളൂ. വേനൽക്കാലമൊക്കെ ആണെങ്കിൽ നന്നായിട്ട് അതങ്ങ് ഉണക്കിയെടുക്കണം. അപ്പോൾ അത് അമ്മ കുറേശ്ശെ എടുത്ത് എല്ലാം നിവർത്തി ഇടുക കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നതുകൊണ്ട് ഇത് നനയാണ്ട് നോക്കണം. ചുരുക്കി പറഞ്ഞ് നമ്മളെപ്പോഴും ഇതിൻ്റെ കൂടെ തന്നെ കാണണം. എപ്പോഴാണ് മഴ പെയ്യണേന്ന് പറയാനും പറ്റൂല. അപ്പം അത് വെയിൽ കാണുന്ന ഭാഗത്തെല്ലാമായിട്ട് അങ്ങ് വിരിച്ചിട്ടോ. പുറകുവശത്തും അതുപോലെ തന്നെ വീടിൻ്റെ സൈഡ് എല്ലാം ഉണങ്ങാനായിട്ട് ഇട്ടിട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വാടി കിട്ടിയാൽ തന്നെ ആശ്വാസമായി. കാരണം ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ പെറുക്കി മാറ്റുന്നതും അതുപോലെ തന്നെ പിന്നെയും ഇത് ഉണങ്ങാനായിട്ട് വിരിച്ചിടുന്നതും പാടാണ്. ഏകദേശം ഒന്ന് വാടി കിട്ടുമ്പോഴേക്കും ഈ പുല്ല് ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഈ കുറച്ചും കൂടെ വാടി കഴിയുമ്പോഴേക്കും നമ്മുടെ കറക്റ്റ് ചൂലിൻ്റെ പരുവാകും. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം.